ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പം ഞാൻ എന്താ പറയുക, ഇന്ന് വ്ളോഗ് എടുക്കാൻ കാരണം ഇപ്പം നമ്മളെ കുറേ കാലത്ത് കാത്തിരിക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പം ഇതെന്താന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എന്താ വെച്ചാൽ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓളും ഞെട്ടും. കാരണം കുറേ അയാൾ വെയിറ്റ് ചെയ്യാണ് ഇതൊന്ന് കൈമ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനും ഓളും കുറേ അപ്ലൈ ചെയ്ത് അപ്പോൾ പേടിയൊക്കെ ഉണ്ട് ചെറിയ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് കൊറിയർക്കാരൻ കൊണ്ടേ തന്ന് പോയിട്ടുണ്ട് കൈമല്. അപ്പം ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കൊണ്ടേ കൊടുക്കണം. വലിയ മാരക സംഭവം ഒന്നുമല്ല, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അപ്പോൾ പല കാര്യത്തിനും ഇത് വേണമല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഒരാളിങ്ങനെ ചോദിച്ച് നടക്കുക, റെഡിയായോ എന്തായി കിട്ടിയോ റെഡിയായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവസാനം ഒരു പറഞ്ഞു റെഡി ആയിക്കുണ്ട്, നിങ്ങൾക്ക് വീട്ടിലെത്തി കിട്ടുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു ഡേറ്റിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താക്കാം, നമുക്ക് ഞാനിപ്പോൾ രാത്രി ഉള്ള വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടേ കൊടുക്കാം. ചിലപ്പോൾ ആൾ ഹാപ്പി ആവും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സീരിയസ്ലി ലൈഫിൽ ഇനി ഏറ്റവും ആഗ്രഹിച്ച സാധനമൊക്കെ ഞാൻ തരുന്നത്. ഞെട്ടിപ്പോവും. യെസ് യെസ് അല്ല പൊളിച്ചോ? നോട്ടെ എൻ്റെ ഫ്രണ്ട് കാണിച്ചെടുക്ക്. അങ്ങനെ ഇനി നീ മറ്റേ എന്നെ നാട് കടത്തൂല. അങ്ങനെ ഞാനും ഒരു പൗരത്തിയായി അങ്ക് ഇനി വോട്ട് ചെയ്യാ. ഇപ്പൊ ഈ ഞെട്ടില്ലേ? നിങ്ങൾ എന്നെ മോളെന്താ എഴുതിയോട്ടെ, കവറിന്റെ മോളെന്താ എഴുതിയോട്ടെ കൊണ്ട് ഉണ്ടോ? നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്യുക. ഒരു വോട്ട് പോലും പായാക്കരുത് കേട്ടോ. അതിന് പായാക്കരുത്. ആദ്യമായിട്ട് വോട്ടൊക്കെ ചെയ്യാൻ പോവാ. പഞ്ചായത്തല്ലല്ലോ, ഇങ്ങനെ കാര്യമായ വോട്ട് ആദ്യമായിട്ടല്ലേ ചെയ്യാൻ പോകുന്നത്. കാടൊക്കെ ഇപ്പോ സാധനമാണ് അല്ലേ? ആ സന്തോഷം മുഹൂർത്തം. സാധനം കിട്ടിയില്ലെങ്കി ഇപ്പൊ ഹാപ്പി ആയില്ലേ? എങ്ങോട്ടൊക്കെ പോന്നേ? കാണിച്ചു കൊടുക്കാൻ പോവാ? ഞാൻ കണ്ടില്ല. ഇങ്ങനെ പൊളിക്കാണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ പൊളിച്ച് ഇപ്പൊ ഞാൻ അങ്ങനെ കാണാ. ഞാൻ അങ്ങനെ ഗൈസ് ഇങ്ങനെ ഇങ്ങനെ തട്ടത്തൊന്ന് മുറ്റത്തൊന്ന് നോക്കിയിട്ട് കാര്യമില്ല. ചവിട്ടി പോകരുതേ. അപ്പൊ വരുവാ ആരാ പോന്ന? ഇബത്താത്തിന്റെ അപ്പുറം പോയിക്കാം. ഇബത്ത ഇന്ത്യൻ പൗരത്തിയായി. വാ നീ കിട്ടി എന്നിട്ട് ഇവിടെ വരുന്ന ബാക്കിൽ എന്താന്ന് വെച്ചിട്ട് എന്താ കിട്ടി വെച്ച് വരുന്ന കാണിച്ചു നോക്ക്. എന്താ കിട്ടിയത്? ഇവിടെ ഒരാളിങ്ങനെ എന്താ കിട്ടിയെന്ന് വെച്ചിട്ട് ഇങ്ങനെ കളിക്ക. ഇവിടെ ഇബത്താത്ത ഇന്ത്യൻ പൗരത്തിയായി. ഇങ്ങനെ നോക്കുന്നുണ്ട് കണ്ണുകൊണ്ട്. എന്താണ് ഇന്നലെ നമ്മളെ സംഭവം കിട്ടിയപ്പോ ഹാപ്പി ആയി. പിന്നെല്ല നമ്മളെത്ര കഷ്ടപ്പെട്ടിരിക്കുന്നത് കിട്ടാൻ വേണ്ടിട്ട്. അതെ, ഞാൻ അതെ കഫേകളിലായിട്ട് മറ്റേ ഒരാളുണ്ട് നമ്മളെ മുപ്പര് പിന്നാലെ നമ്മൾ കൊറേ ഓടിയിട്ട് അവസാനം ലിസ്റ്റിൽ വന്നപ്പോഴാണ് ഒന്ന് മനസ്സിന് ഒരു സന്തോഷം ഉണ്ടായത്. അപ്പൊ അത്രയും എന്താ പറയാ നമ്മൾ എഫർട്ട് എടുത്ത് കിട്ടിയ സാധനം. ആരും ഇങ്ങനെ ഡിലേ ആക്കി വെക്കുന്നത് വേണ്ട. ഇല്ലാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളില്ലേ? എടുത്തോളി. കാരണം അത് എപ്പോഴാ ഇമ്പോർട്ടൻസ് വരാൻ പറ്റില്ല. കാരണം ഇപ്പത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ കാർഡ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു കാര്യമാണല്ലോ. അപ്പൊ എന്താ പറയാ, അത് എന്തായാലും എല്ലാരും എടുത്തേക്കല്ലേ. അതാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്തല്ല ഇമ ഡ്രസ് കാണിച്ചു കോട്ടൺ നല്ല കോട്ടൺ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതികളായിരിക്കും. അതെ, നല്ല ചൂടൊക്കെ അല്ലേ? ചൂടൊക്കെ നല്ല കോട്ടൺ ആണല്ലോ ബെസ്റ്റ്. അതുകൊണ്ട് നമ്മള് കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മൾ നല്ല പ്രീമിയം കോട്ടൺസ് ഇറക്കുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന മാതിരി തന്നെ നമ്മൾ ഇറക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കമ്മ്യൂണിറ്റീവായി എന്തിലുണ്ട് പോസ്റ്റ് ചെയ്യലുണ്ട്. ഇന്നലെ പറയാൻ പോയി. ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ച് കൊറേ ഡ്രസ്സിന്റെ പൈസ ഒക്കെ ചോദിച്ച് നിങ്ങൾ തന്നെയാണെന്ന് തെളിവ് എന്താ വെച്ച് ഒരു വീഡിയോ അയക്കുന്നതാണ്. അങ്ങനെ ചോദിച്ചാൽ വീഡിയോ നയിക്കാൻ പറ്റില്ല. ആദ്യം പറഞ്ഞേക്കാം. നിങ്ങള് എല്ലാവർക്കും നമ്മളിങ്ങനെ ട്രസ്റ്റ് അല്ലാണ്ട് നമ്മൾ തന്നെ നിങ്ങള് വീഡിയോ എടുത്ത് അയച്ചോണ്ടാ എന്നാ ഞാൻ വിശ്വസിക്കാതെ. കാരണം അതും ആള് എന്താ പറയാ വെറുതെ
എനിക്ക് അത്ര ജെന്യൂൻ ബയറായിട്ടും തോന്നിയില്ല, നമുക്കറിയാലോ കുറച്ച് കണ്ടാല്. അപ്പൊ എന്താ പറയാ, അങ്ങനെ വീഡിയോ എടുത്ത് അയക്കൊന്നും പറ്റൂല. കാരണം ഡ്രസ്സിന്റെ വീഡിയോ ആണെങ്കിൽ അയച്ചുതരാം. പിന്നെ വീഡിയോ ഡ്രസ്സിൽ പറയുന്ന വെള്ളല്ലേ, അപ്പൊ മനസ്സിലാക്കിയാ പോരെ. പിന്നെ അതുമല്ല നമ്മൾ ഇത്രയും ജെന്യൂൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെനിക്ക് തോന്നുന്നു ഒരു 6 months അടുത്ത് ആവാനായി നമ്മള് ഈ ഒരു ഇത് തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ പോവില്ലല്ലോ. അല്ലാണ് എനിക്ക് ശരിക്കും കൺഫ്യൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ആ ഡ്രസ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോയിൽ ഇവിടെ ഉള്ളത്, ആ വീഡിയോയില് ഇവള് അവ പറയുന്നത് അതിലിപ്പോ എന്ത് ജെന്യൂനിറ്റി തെളിയിക്കാൻ നമുക്ക്. അത് കൊറേ എന്താ പറയാ സ്കാം നടക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതാ ഞാൻ പറയുന്നത്, നമ്മള് ഒരു വാട്സപ്പ് നമ്പർ ആണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അതിലിപ്പോ എന്ത് ജെന്യൂനിറ്റി ഇല്ലേ. പിന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമില് വീഡിയോയിലും കൊടുക്കുന്നുണ്ട്, നമ്മള് DM ചെയ്താൽ മതി. നമ്മള് ഈ ഭാഷ എന്നുള്ള പേജില് അതന്നെ ഇൻസ്റ്റ നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്നെങ്കിൽ അതിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മള് വീഡിയോയില് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാത്തിലും ഒരേ സെയിം നമ്പറാണ് കൊടുക്കുന്നത്. അപ്പൊ അതില് ചെയ്താൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. നമ്മൾ ഒരിക്കലും എന്താ പറയാ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നവരെ നമുക്ക് നിങ്ങൾ ചോദിക്കുമ്പോഴേ ചിലപ്പോ വീഡിയോ എടുത്ത് അയക്കാവുന്ന പോസിബിൾ ആയ കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ പോയ സമയത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു നാരങ്ങമരയിരുന്നു. അതെ. പക്ഷെ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ആകെ ഒറ്റൊരു കായ് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. അതെ. ഇപ്പൊ മാഷാ അല്ലാഹ് ഒരു കുറച്ച് കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. കണ്ടത് നമ്മള് ശരിക്കത്തെ എന്താ പറയാ നോർമൽ ഓറഞ്ച് ആണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് വിചാരിച്ചു ഉണ്ടാവൂലേക്കും, കാരണം ഈ ഒരു ഓറഞ്ച് അല്ലാണ്ട് അതിന് ശേഷം ഒരൊറ്റൊരു ഓറഞ്ച് ഇതിന്റെ മുകളിൽ ഉണ്ടാക്കിയില്ല. ഇതിപ്പോ ഒരു വർഷത്തിന് ശേഷം വാപ്പ എന്തൊക്കെ വളമൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം നടുവത്തെ ഉണ്ടായാ മതിയും തൊയിന് പോവാണ്ട്. അങ്ങനെ ഇവ ഭയങ്കര ഹാപ്പിയില്ല. ഇവ മാത്രമല്ല ഞാൻ നമ്മളെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് എന്തിനാ ഇടിക്കുന്ന കാറിലിട്ടിട്ട് നാരങ്ങ ഉള്ളതിന്. എന്നിട്ട് നമ്മളതിന് ഞാൻ ഇങ്ങനെ ബാക്കിൽ അതിനിങ്ങനെ പിടിച്ചിരിക്കുന്നു, ആടിയിട്ട് ഇത് പൊഴിഞ്ഞു പോവോ. ഭയങ്കര ആകാംക്ഷ ഭയങ്കര ക്യൂരിയോസിറ്റിയിലൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ആ നാരങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. പൈത്തപ്പ ആ നാരങ്ങ പൈത്തതിന് ശേഷം പിന്നെ ഉണ്ടായില്ല. അപ്പൊ ഇതാ വീണ്ടും ഉണ്ടാവുന്നു ഗൈസ്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ മാഷാ അല്ലാഹ് ഉണ്ടാവട്ടെ. ഇത് വലുതായി കഴിഞ്ഞിട്ട് നല്ല നാരങ്ങായിട്ട് നമുക്ക് തിന്നാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് പറയും നിങ്ങൾക്ക് എന്തായാലും നാരങ്ങ നമ്മുടെ നാട്ടിൽ വളർത്താം അല്ലേ. ഓറഞ്ച് തന്നെ. പിന്നെ ഫൈനൽ റിസൾട്ട് നോക്കാം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. അതിനിപ്പോ ഇവരടുത്ത് പറഞ്ഞിട്ട് കൊയിനാവില്ലായിരുന്നു. കണ്ണ് വെക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് ഉണ്ടാവാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്താ പറയാ, ഇൻ കേസ് നമ്മളൊരു ആകാംക്ഷയോടെയാണ് അത് വളരുമോ എന്ന് നോക്കുന്നത്. അപ്പോൾ വളർന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്തായാലും പറയുന്നതായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളെ നാട്ടിലെ എന്താ പറയുക കാലിക്കറ്റ് അങ്ങനെ സ്ഥലത്തൊന്നും ഇതുവരെ അങ്ങനെ ഒറിജിനൽ ഓറഞ്ച് ഉണ്ടായി കണ്ടിട്ടില്ല കേട്ടോ നമ്മളാരും. ഇതെന്താ പറയുക, നമ്മൾ ഇടുക്കിയിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓള് എന്താ പറയുക 100% ഉറപ്പ് പറഞ്ഞിരുന്നു ഇത് നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ. ഓല് പറഞ്ഞതൊരു ഒരു ചട്ടിയല്ല, വേറെ ടൈപ്പ് ഉണ്ട് വാട്ടറൊക്കെ ഇതാവുന്ന ഒരു സംഭവം, ഒരു വെറൈറ്റി സംഭവം. അത് നമ്മളെ വാങ്ങിച്ച് യൂസ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു പ്രോപ്പറായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ചും ആപ്പിളൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് എനിക്ക് വന്ന് 1.5 കൊല്ലത്തിന് മേലായി. പക്ഷെ ഇപ്പം വിത്തിടുന്നുണ്ട്, നോക്കട്ടെ സക്സസ് ആവെങ്കിൽ പറയട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാമല്ലോ, നോക്കാം നമുക്ക്. ഞാൻ എന്തായാലും ഇൻ കേസ് ഇത് നല്ല രീതിയിൽ വളരുകയാണെങ്കിൽ വ്ളോഗ് ഇടുന്നുണ്ട്.